എന്നോട് ആവശ്യപ്പെട്ടത് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശം, ഇതിൻ്റെ ഒരു ജൂബിലി വർഷം വരികയാണ് അടുത്ത വർഷം. എൻ്റെ സന്ദേശം എന്താണ് എന്ന് പറയണമെന്നാണ്. അപ്പം ഞാനതോടൊപ്പം കൂട്ടിച്ചേർത്താലോ എന്ന് ഡോക്ടർ ജോസ് മാത്യുവിനോട് ചോദിച്ചതാണ്. ഇതേപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നന്നല്ലേ? അപ്പോൾ വ്യാഖ്യാനം എന്ന് പറയുന്നതിന് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി നടത്തുന്ന ഒരു ഗവേഷണപരമായ അന്വേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട്. മറ്റൊന്ന് വളരെ വിഭാഗീയമായി ഇതിനെ സമീപിച്ചുകൊണ്ട് ഈ വൈക്കം സത്യാഗ്രഹത്തെ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ലൈറ്റിൽ, ഒരു ഇരുട്ടിൽ നിർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുർവ്യാഖ്യാനങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം വന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇതിനെല്ലാം കൂടി സമയം കിട്ടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചില ചരിത്രപരമായ കാര്യങ്ങളെപ്പറ്റി പറയണം. ഈ വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതേപ്പറ്റിയും ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹിസ്റ്റോറിക്കലായിട്ട്, ചരിത്രപരമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വന്ന 1915 ജനുവരി മാസത്തിലാണ്. ഒരു വർഷം ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പതിയെ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് വരികയാണ്. ഖേഡയിൽ, അഹമ്മദാബാദിൽ, ചമ്പാരനിൽ ഒക്കെയുള്ള സത്യാഗ്രഹങ്ങൾ. അതിനുശേഷം ദേശീയ തലത്തിൽ അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണ് 21-22. നമുക്കറിയാം 22 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ചൗരി ചൗര സംഭവം ഉണ്ടാകുന്നത്. ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അക്രമമുണ്ടായി. അതുകൊണ്ട് സമരം നിർത്തിവെക്കേണ്ടി വന്നു. പലരും പറയുന്നത് ഗാന്ധി സമരം പിൻവലിച്ചു. കോൺഗ്രസ് ഒരു തീരുമാനമായിട്ടാണ്, ഗാന്ധിജി ആവശ്യപ്പെട്ടതനുസരിച്ച് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമാണ് സമരം സസ്പെൻഡ് ചെയ്യാനായിട്ട്. ഗാന്ധിജി അത്രയും ജനാധിപത്യ ബോധമുള്ള ആളുകളാണ്, പലരും വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ സമരം പിൻവലിച്ചു കഴിഞ്ഞ് പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ 1921-22 സമരം നിർത്തിവെക്കാൻ ഗാന്ധിജി ഉപദേശിച്ച സമയത്ത് പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പ്രതിഷേധത്തോടു കൂടി ഗാന്ധിജിയോട് ഒരു കലഹിക്കുക പോലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. കാരണം അത്ര കണ്ട ആവേശം, ഇന്ത്യ മുഴുവൻ വലിയൊരാവേശത്തിൽ, ഇന്ത്യൻ യുവത പ്രത്യേകിച്ചും ഒരാവേശത്തിൽ വന്ന സമയമാണത്. അപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷക്കാരൊക്കെ ഇന്നും അതേപ്പറ്റി പറയുന്നത് ആളുകളുടെ യുവാക്കളുടെ വിപ്ലവ വീര്യത്തിൻ്റെ മുകളിൽ മഞ്ഞുകെട്ട ഇട്ടയാളാണ് ഗാന്ധിജി എന്നൊക്കെ പറയും. പക്ഷേ സമരം ചെയ്യുക എന്നുള്ളതല്ല, സമരത്തിൽ ചില തത്വങ്ങൾ പാലിക്കണം, ചില പ്രമാണങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ആളായിരുന്നു ഗാന്ധിജി. അതേപ്പറ്റി ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ള സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞ്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ 18 നിർമ്മാണ പരിപാടിയുണ്ട്. ആ നിർമ്മാണ പരിപാടിയുടെ ആ ബുക്കലെറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആദ്യത്തേത് കമ്മ്യൂണൽ ഹാർമണി, അതിനെ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് നമ്മൾ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണൽ ഹാർമണിയാണ് ആദ്യത്തെ ഇനം. രണ്ടാമത്തേത് ഐത്തോച്ചാടനം, മൂന്നാമത്തേത് ഖാദി ഗ്രാമ വ്യവസായങ്ങളാണ്. അങ്ങനെ പോകുന്നു 18 ഇനങ്ങൾ. ഗാന്ധിജി പറഞ്ഞത് ഖാദി ഗ്രാമ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഈ നിർമ്മാണ പരിപാടികളുടെ സൂര്യനാണ്, അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ബാക്കി പരിപാടികൾ എന്നാണ്. പക്ഷേ 21-22 സമരം പിൻവലിച്ചതിന് ശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഖാദി ഗ്രാമ വ്യവസായങ്ങളെക്കാളും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തത് ഈ ആദ്യത്തെ 2 ഇനങ്ങൾക്കാണ്, പ്രത്യേകിച്ചും ഐത്തോച്ചാടനത്തിനാണ്. ഐത്തോച്ചാടനം ഒരു മുഖ്യ പരിപാടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയാണ്, ഞാൻ കഥ പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല, തുടർച്ചയാണ് കാക്കിൻഡ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ഈ തീരുമാനം. അവിടെ ഒരു പ്രമേയം തന്നെ പാസ്സാക്കി. ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട്
വ്യാപകമായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സന്നദ്ധ ഭടന്മാർ ഏർപ്പെടണം എന്നുള്ളൊരു തീരുമാനമുണ്ടായി. ആ തീരുമാനം എടുപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളുകളിൽ പ്രമുഖനായിരുന്നു ടി കെ മാധവൻ. ടി കെ മാധവൻ്റെ ഒരു ജീവചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം കാക്കിനഡ കോൺഗ്രസിൽ സംബന്ധിച്ചു. അലി സഹോദരന്മാരിൽ മുഹമ്മദ് അലി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. സർദാർ കെ എൻ പണിക്കർ അതിനകത്ത് പങ്കെടുത്തിയ ആളാണ്. കേശവമേനോൻ പങ്കെടുത്തു. അങ്ങനെ പലരും കോൺഗ്രസിൽ പ്രമാണിമാരായിട്ടുള്ള പല ആളുകളും പങ്കെടുത്തതാണ്. അവിടെ ഈ അയിത്തോച്ചാടന പ്രമേയം പാസ്സാക്കിയതിൻ്റെ ഒരു പിൻബലത്തിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ വെച്ച് തന്നെ ഒരു ആൻറ്റി അൺടച്ചബിലിറ്റി കമ്മിറ്റി, ഒരു അയിത്തോച്ചാടന കമ്മിറ്റി തന്നെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. തീരുമാനിച്ചു. കേരളത്തിൽ വന്നാണ് ആ കമ്മിറ്റി രൂപപ്പെടുത്തിയത്. കേളപ്പജിയായിരുന്നു അധ്യക്ഷൻ, ടി കെ മാധവൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്. അവരുടെ തീരുമാനപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഞാൻ അതിൻ്റെ ഈ കഥ നമുക്ക് മിക്കവാറും പേർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് 24 മാർച്ച് 30 അത് ആരംഭിച്ചത്. 25 നവംബർ 23 അത് സമാപിക്കുന്നത്. 604 ദിവസം ആ സമരം ഉണ്ടായിരുന്നു. ആ സമരം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ആയിരുന്നില്ല. നേരെ മറിച്ച് അമ്പലത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടി അവർണർക്ക്, അതായത് സവർണരല്ലാത്ത ഹിന്ദുക്കൾക്ക്, അവർണർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടില്ല, അവർണ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വർണ്ണത്തിന് പുറത്തുള്ള ചാതുർവർണ്ണത്തിന് ഈ സവർണ വിഭാഗത്തിൽ പെടാത്ത ആളുകളാണ്. അവർക്ക് നടക്കാൻ അവകാശമില്ല. ആ അവകാശം വേണം എന്നുള്ളതാണ് വളരെ ലളിതമായ കാര്യമാണ്. അങ്ങനെയാണ് സമരം ആരംഭിക്കുന്നത്. ക്ഷേത്രപ്രവേശനം എന്നുള്ളത് ഉണ്ട്, അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഡിമാൻഡ് അതായിരുന്നില്ല, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കണമെന്നല്ല. നാരായണ ഗുരുസ്വാമി ചോദിച്ചാണ് അവരോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെന്ന് ക്ഷേത്രത്തിൽ കയറണം എന്ന് പറഞ്ഞു ആളുകളോട്. അത് വേറൊരു ഇതാണ്, കഥ പറയുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇതിനാണ് സമരം നടന്നു. 604 ദിവസം സമരം നടന്നു. ആ സമരത്തിൻ്റെ അവസാനം ഇതിൻ്റെ 2 തരം ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്, അതിൽ കൂടി നടക്കുന്നതിന് ഈ അവർണ വിഭാഗങ്ങൾക്ക്, അയിത്ത വിഭാഗങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അതിൽ ഈഴവരുൾപ്പെടെ ഹരിജനങ്ങൾ എന്ന് ഗാന്ധിജി വിളിക്കുകയും ദളിതരെന്ന് ഇന്ന് വിവരിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്കതിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് പൂർണ്ണമായി അനുവദിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആ റോഡിൻ്റെ ഒരു ഭാഗം, കിഴക്കേ വശത്ത് ഉള്ള റോഡിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന, പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രം സഞ്ചരിക്കുന്നതിന് വേണ്ടി വെക്കുകയും ആ ഭാഗത്തുകൂടെ പോയാലേ പൂർണ്ണമായിട്ടും ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളൂ, അതിനുവേണ്ടി ഒരു പുതിയ വഴി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ്, അതാണ് വൈക്കം കോംപ്രമൈസ് എന്ന് പറയുന്നത്. അതിനാണ് ഇംഗ്ലീഷിൽ വൈക്കം കോംപ്രമൈസ്. അങ്ങനെയാണ് ആ സമരം അവസാനിക്കുന്നത്. അതുകൊണ്ട് ആ സമരത്തിൻ്റെ ഫലത്തെപ്പറ്റി പറയുമ്പോൾ 2 തരത്തിൽ അതിന് ചിത്രീകരിക്കും. വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ, നമ്മുടെ മലയാളത്തിലും മറ്റും ഒക്കെ പല പഠനങ്ങളുമുണ്ട്, ചെറുതും വലുതുമായ പഠനങ്ങളുണ്ട്. പക്ഷേ വളരെ ഡെപ്തിലുള്ള, ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് അധികവും വിദേശത്തു നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ റിച്ചർഡ് ഗ്രെഗ്, ശ്രീധരാണി, അദ്ദേഹം അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ PhD ചെയ്തയാളാണ് ശ്രീധരാണി. ഇന്ത്യക്കാരനായിരുന്നെങ്കിലും ഞാൻ പറയുകയാണ്. അദ്ദേഹം, അതുപോലെ ജോൺ ബോന്തുറാൻഡ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബെർക്കിലിയിലെ ഒരു ഗവേഷകയായിരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പുസ്തകം, അത് കഴിഞ്ഞ് ജുർഗൻസ് മേയറുടെ പുസ്തകം, ഇങ്ങനെയുള്ള അവരാണ് ഇതേ പറ്റിയിട്ടുള്ള ആധികാരികമായ പഠനങ്ങൾ. 5 പ്രധാനപ്പെട്ട പഠനങ്ങളുണ്ട്. അല്ലാതെ R.R. ദിവാകർജിയുടെ സാഗ ഓഫ് സത്യാഗ്രഹത്തിലും അതിനകത്ത് പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഈ സമരം പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത്, നമ്മുടെ ഇമ്മീഡിയറ്റ് ഡിമാൻഡ് എന്തായിരുന്നു? അതിലെ നടക്കുന്നതിന് അവർണർക്ക് അനുവാദം കിട്ടണം എന്നുള്ളത്, നിരോധിക്കപ്പെട്ടിരിക്കുന്ന വഴിയിൽ കൂടി. ലളിതമായൊരു കാര്യമാണ്. പക്ഷെ അത് പൂർണ്ണമായും അനുവദിക്കപ്പെടാത്തത് കൊണ്ട്, ആ റോഡിൻ്റെ ഒരു ചെറിയ ഭാഗം തുറന്നു കൊടുക്കാത്തത് കൊണ്ട് ഇത് പൂർണ്ണ വിജയമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്.
ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇതേപ്പറ്റി പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഈ കോംപ്രമൈസ് നമ്മുടെ MG രാധാകൃഷ്ണൻ ഇതേപ്പറ്റി എലിസബത്ത് മേരി കിങ് എന്ന് പറയുന്ന കോസ്റ്ററിക്കയിലെ UN യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ വിശദമായി ഗവേഷണം ചെയ്ത് ഇത്രയധികം ഗവേഷണം ചെയ്ത് എഴുതിയിട്ടുള്ള അപൂർവം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏത് സംഭവത്തെപ്പറ്റി ഇത്ര ഗഹനമായിട്ട് അവരാ പുസ്തകത്തിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവിടെ വന്ന് താമസിച്ച് പലവട്ടം വന്ന് താമസിച്ച് വൈക്കത്ത് വന്ന ഈ സമരത്തിൽ പങ്കെടുത്തിയ ആളുകളുടെ പിന്മുറക്കാരെ ഒക്കെ കണ്ട് സംസാരിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇപ്പം അവർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കലാകൗമുദിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൻ്റെ ശീർഷകം വൈക്കം കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. ഇതൊരു വലിയ തട്ടിപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ മറ്റു വശത്തെപ്പറ്റി ഞാൻ പറയാം. ഇങ്ങനെയാണ് ഈ സമരം അവസാനിക്കുന്നത്. 25-ലാണ് ഗാന്ധിജി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും ശ്രീനാരായണ ഗുരുസ്വാമിയായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സന്ദേശത്തെപ്പറ്റി ഞാൻ ഇത്രയും ഒരു ഔട്ട്ലൈനായിട്ട് പറയുകയാണ്. ഇത് പൂർണ്ണമായും വിജയമായിരുന്നു എന്ന് അവകാശപ്പെടാമോ എന്നുള്ളൊരു ചോദ്യം. എന്തെന്നാണ്, അതൊരു തുറന്ന ചോദ്യമാണ്. പൂർണ്ണമായൊരു വളരെ സാങ്കേതികമായി പറഞ്ഞാൽ അത് അങ്ങനെ അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം വഴികൾ പൂർണ്ണമായും ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള വിധം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഭാഗം ഒഴിച്ചല്ലേ തുറന്നു കൊടുത്തോളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതിനെ സത്യാഗ്രഹവുമായി ബന്ധിപ്പിച്ച് നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശ ചിത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ സന്ദേശം എന്താണ്? സത്യാഗ്രഹത്തിൻ്റെ സന്ദേശം അതാണ് ജോസ് മാത്യു എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പറയാനായിട്ട്. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശം എന്ന് പ്രത്യേകം അതിനെ പേരിട്ട് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ്? വൈക്കത്ത് ഒരു വലിയ അനീതി, ജാതി വിവേചനത്തിൻ്റെ പേരിലുള്ള ഒരു വലിയ അനീതി നടക്കുകയാണ്. ആ അനീതിയെ നിർമ്മാർജ്ജനം ചെയ്യണം. അനീതി എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം? അക്രമരഹിതമായി അനീതിയെ നിർമ്മാർജ്ജനം ചെയ്യണം. അതിനെന്താണ് വഴി? ഗാന്ധിജി കാണിച്ചു തന്ന വഴി സത്യാഗ്രഹത്തിൻ്റെ വഴിയാണ്. അതായത് അക്രമരഹിതമായ പ്രതിരോധം. ആ പ്രതിരോധത്തിൽ കൂടി മനുഷ്യന് നീതി ഉറപ്പാക്കണം. അങ്ങനെ നീതി ഉറപ്പാക്കണമെങ്കിൽ അക്രമരഹിതമായ പ്രതിരോധം എങ്ങനെ സംഘടിപ്പിക്കണം? അതിനെ എല്ലാ വിഭാഗം ജനങ്ങളും യോജിച്ച് നിന്ന് അത് സംഘടിപ്പിക്കണം. വൈക്കത്ത് നമ്മൾ കാണുന്നത്, വൈക്കം സത്യാഗ്രഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ശ്രദ്ധേയവും മഹത്തരം എന്ന് വിശേഷിപ്പിക്കാം സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഈ യോജിപ്പ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ സവർണ ജാഥയെപ്പറ്റി പറഞ്ഞല്ലോ. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയുണ്ട്. 2 ധാരകളുണ്ടായിരുന്നു. നാഗർകോവിലിൽ നിന്നൊരു ജാഥ ഇങ്ങോട്ട് വന്നു. ഡോക്ടർ നായിഡു നയിച്ച ജാഥ. മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ചെന്നു തിരുവനന്തപുരത്ത് അവർ അത് സംഗമിച്ചാണ് ഈ നിവേദനം കൊടുക്കുന്നത്. അതന്നെയാണ് ഭീമഹർജി എന്ന് പറയുന്നത്. നമ്മൾ പറയും ഒരു ഭീമ ഹർജി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ വഴി തുറന്നു കൊടുക്കണം, അതാണ് കാര്യം. അയിത്തം അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഈ രാജാവിൻ്റെ അന്ന് റീജൻ്റ് റാണിയാണ്, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് പറഞ്ഞത്. അവരിവിടെ ശ്രീ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഉദാരമായൊരു കാഴ്ചപ്പാടുള്ള ഒരു മഹതിയായിരുന്നു എന്ന് നമുക്ക് അവരുടെ നടപടികളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളതാണ്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സവർണർ സംഘടനകൾ നോക്കാം. സംഘടനകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SNDP യോഗം, NSS, യോഗക്ഷേമ സഭ, കേരള ഹിന്ദു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. ഹിന്ദു മഹാസഭയല്ല, കേരള ഹിന്ദു. അങ്ങനെ ഇവരെല്ലാവരും കൂടിയെന്നുള്ളതാണ്. ദളിതുകളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നാനാജാതി സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയാണ് ഈ ഡിമാൻഡ് ഉന്നയിച്ചതെന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സാമൂഹ്യ നീതി ഈ സമൂഹത്തിൽ, ഇത്രയും യാഥാസ്ഥിതികത പുലരുന്ന ഒരു സമൂഹത്തിൽ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ്
നമുക്ക് അനീതി ഇല്ലാതാക്കി നീതിനിഷ്ഠമായ, നീതിയുക്തമായ, പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സമൂഹം ഒരു സംഗതി സാധ്യമാണ് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതാണ്. ഇനി ഇതിന് ഗാന്ധിജി തിരഞ്ഞെടുത്തത്, ഈ വിമർശനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സത്യാഗ്രഹത്തെപ്പറ്റി അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറയുന്ന ഈ ഒരു സമരായുധം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഗാന്ധിജിയുടെ ഏറ്റവും മഹത്തായ സംഭാവന എന്ന് ഏറ്റവും വലിയ ചിന്തകന്മാർ, ഡോക്ടർ രാമമനോഹർ ലോഹ്യ മുതൽ പാശ്ചാത്യ ലോകത്തുള്ള ചിന്തകന്മാരെല്ലാം സമ്മതിക്കുന്ന ഈ സംഭാവനയുണ്ട്. ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ അനീതിയെ പ്രതിരോധിക്കുന്നതിന്, സാമൂഹ്യ തിന്മകളെ വിപാടനം ചെയ്യുന്നതിന്, ഒരു പുതിയ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ഊർജം പകരുന്നതിന് ഒക്കെ പ്രയോജനപ്പെടുന്ന ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന ഈ സമര രീതി ഗാന്ധിജി വികസിപ്പിച്ചെടുത്തത് വളരെ പെട്ടെന്നല്ല, നമ്മുടെ നാട്ടിലുമല്ല, തെക്കേ ആഫ്രിക്കയിൽ വെച്ചാണ്. എൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിൽ നേരിട്ട വർണ്ണവിവേചനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർണ്ണവിവേചനത്തെ നേരിടണം, അത് മനുഷ്യത്വത്തിനെതിരാണ്. ഗാന്ധിജി ഈ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ വെച്ച് തീവണ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോൾ എന്നെ എറിഞ്ഞല്ലോ, എൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റിയല്ലോ എന്നുള്ളതല്ല ആലോചിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പം അദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനം, ഇത് മനുഷ്യത്വത്തിനെതിരായ ഒരു അതിക്രമമാണിത്. മനുഷ്യത്വത്തിനെതിരായ, മനുഷ്യൻ്റെ അന്തസ്സിനെതിരായത്, ഡിഗ്നിറ്റി. നമുക്കറിയാമല്ലോ, ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ 1948 ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ഭരണഘടനകളെയും നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യനെ പറ്റിയിട്ടുള്ള നിർവചനം അതിലാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന, നമ്മൾ പറയുന്ന ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് ബൈ വെർച്യൂ ഓഫ് ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഹാസ് എ റൈറ്റ് ടു ഡിഗ്നിഫൈഡ് എക്സിസ്റ്റൻസ് എന്നാണ്. അന്തസ്സോടുകൂടി ജീവിക്കുന്നതിനുള്ള അവകാശം. അത് ഇൻഏലിയബിൾ ആണ്. നമുക്കത് ഒരു കാരണവശാലും പരിമിതപ്പെടുത്താവുന്നതല്ല. ഒരു ഇൻഏലിയനബിൾ റൈറ്റാണത്. അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കത് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള, സഹജമായിട്ടുള്ള ഒരു അന്തസ്, ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നതുണ്ട്. എന്താണ് ഈ ഡിഗ്നിറ്റിയുടെ ഒരു സ്രോതസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് പല മറുപടികളുണ്ട്. അത് ഒരു ആധ്യാത്മികതയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ പറയും മനുഷ്യർ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ ഹിന്ദു തത്വചിന്തയിൽ പറയും ഇത് ബ്രഹ്മത്തിൻ്റെ ഒരു പരിസ്ഫുരണം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലുണ്ട്. ഈശാവാസ്യമിതം സർവം എന്ന് നമ്മൾ പറയും. ആ ഡിവിനിറ്റിയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് ക്ഷതമേൽപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വത്തിനെതിരെയുള്ള അതിക്രമം. അതുകൊണ്ട് ഇത് മനുഷ്യൻ്റെ അന്തസ്സിനെതിരെ, അതുവഴി മനുഷ്യൻ്റെ ദിവ്യത്വത്തിനെതിരെയുള്ളൊരു അതിക്രമമാണ്. ഇത് ചെറുക്കപ്പെടേണ്ടതാണ് എന്ന് ആലോചിക്കാം. അപ്പോൾ എങ്ങനെ ചെറുക്കും എന്നുള്ള ഒരു ചോദ്യം. അന്ന് ലോകത്ത് ഒരു അനീതിയെ നേരിടുന്ന രണ്ട് വിധത്തിലായിരുന്നു. ഒന്ന് അക്രമം കൊണ്ട് നേരിടുക, ആയുധം കൊണ്ട് നേരിടുക. രണ്ട് കീഴടങ്ങുക. ഇതാണ് ഇംഗ്ലീഷിൽ അതിന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. ഒന്നുകിൽ ഒളിച്ചോടുക, അല്ലെങ്കിൽ അതിനെ കായികമായി നേരിടുക, സായുധമായി നേരിടുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് രണ്ട് വഴികൾ. ഗാന്ധിജിയെ സംബന്ധിച്ച് ഇത് രണ്ടും മനുഷ്യത്വത്തിനെതിരാണ്. അക്രമം കാണിക്കുന്നതും മനുഷ്യൻ്റെ അന്തസ്സിനെ ക്ഷതപ്പെടുത്തുന്ന കാര്യമാണ്, അതില്ലായ്മ ചെയ്യുന്ന കാര്യമാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വം, അത് ഇതിലും വഷളാണ്. അക്രമം കാണിക്കുന്നതിലും വഷളാണ് ഭീരുത്വം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഒരു മൂന്നാമതൊരു വഴി ഗാന്ധിജി അന്വേഷിക്കുകയാണ്. വാട്ട്സ് ദ തേർഡ് വേ? ഇസ് ദെയർ എ തേർഡ് വേ? വേറൊരു വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആലോചിച്ച്, പഠിച്ച്, പരിചിന്തനം ചെയ്ത്, ധ്യാനിച്ച് അങ്ങനെയാണ് എത്തിച്ചേർന്നതാണ് അക്രമരഹിതമായി നമുക്ക് ഇതിനെ നേരിടാനായിട്ട് സാധിക്കുമോ എന്ന് അദ്ദേഹം പരീക്ഷിക്കുകയാണ്. തെക്കേ ആഫ്രിക്കയിൽ നടത്തിയ പരീക്ഷണങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അക്രമരഹിതമായി അനീതിയെ, വർണ്ണവിവേചനം അനീതിയാണല്ലോ, അതിനെ നേരിട്ട് പ്രതിരോധിച്ച് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണങ്ങളാണ് തെക്കേ ആഫ്രിക്കയിൽ നടന്നത്. അങ്ങനെ നടത്തിയ അനേകം പരീക്ഷണങ്ങളിൽ കൂടി രൂപപ്പെട്ടു വന്നതാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വൈക്കത്ത് ഈ റോഡിൽ കൂടി പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ നടക്കാം. നമ്മളറിയാമല്ലോ, അയ്യങ്കാളി പോയപ്പോൾ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ വന്നു, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യങ്കാളിയുടെ വില്ലുവണ്ടിക്ക് പോകാൻ സാധിച്ചു. ആ വഴിക്കൂടെ വില്ലുവണ്ടി ഉണ്ടോക്കോട്ടെ, അയ്യങ്കാളി അതിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാളയ്ക്ക് വണ്ടി വലിച്ചുകൊണ്ട് അവിടെ പോവാം, പക്ഷേ അയ്യങ്കാളിക്ക് അതിൽ ഇരിക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു ക്രമമായിരുന്നു അതിനെതിരെ ഉണ്ടാക്കിയത്. അതാണ് സത്യാഗ്രഹത്തിൻ്റെ. ഇതാണ് വൈക്കത്ത് നമ്മൾ പരീക്ഷിച്ചത് എന്നറിയണം. ഇതിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നല്ല ഒരു സത്യാഗ്രഹത്തെയും വിലയിരുത്താൻ സാധിക്കില്ല. വൈക്കം സത്യാഗ്രഹത്തെ പലരും നിഷേധാത്മകമായി വിലയിരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ വസ്തുത എന്ന് പറയുന്നത് അവർ ഗാന്ധിയൻ സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗാന്ധിജി പറയുന്നത്, ഈ സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് പറയുന്നത്, ആ വാക്ക് തന്നെ, സത്യാഗ്രഹം എന്ന് പറയുന്ന വാക്ക് തന്നെ എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ്. ഗുജറാത്തിയിലുള്ള വാക്കാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നാണ്. ഒരു കാരണവശാലും സത്യം വിടില്ല. സത്യനിഷ്ഠ, പരിപൂർണമായ സത്യനിഷ്ഠ. സത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു വസ്തുവാണ് നമുക്ക് കയറി പിടിക്കാനായിട്ട്. എന്താണ് സത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ? സത്യം നമ്മുടെ ജീവിതത്തിലെ സമസ്ത വ്യവഹാരങ്ങളിലും പാലിക്കുക, സത്യത്തിനെതിരായിട്ടുള്ളതിനെ നമ്മൾ തിരുത്തുക, അതാണ് സത്യനിഷ്ഠ എന്ന് പറയുന്നത്. സത്യത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സത്യം പാലിക്കണം, പൊതുജീവിതത്തിൽ സത്യം നിലനിൽക്കണം. ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് നമ്മുടെ വിവിധങ്ങളായ കർമ്മങ്ങളിൽ കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് സത്യവിരുദ്ധമായ, സത്യനിഷേധപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം. എങ്ങനെ പ്രതിരോധിക്കും? അവിടെയാണ് അക്രമരഹിതമായിട്ട് പ്രതിരോധിക്കാവൂ, അഹിംസാത്മകമായി പ്രതിരോധിക്കണം. ഇതാണ്. ഇത് രണ്ടും കൂടുമ്പോൾ, സത്യവും അഹിംസയും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരുത്തുണ്ട്, ഒരു ബലമുണ്ട്. ഗാന്ധിജി അതിനെ ആത്മബലം എന്നാണ് വിശേഷിച്ചത്. സോൾ ഫോഴ്സ് എന്ന് പറയും. ആത്മബലം. ആത്മബലം എന്ന് പറയുന്നത് ഒരു പുതിയ സങ്കല്പമല്ല, ഗാന്ധിജി കണ്ടുപിടിച്ച ഒരു സങ്കല്പമല്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നോക്കി അതിനകത്ത് കാണും. പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആത്മബലം എന്ന് പറയുന്നത്. കായബലവും ആത്മബലവും നമ്മളിങ്ങനെ വേർതിരിച്ച് പറയും. ആ ആത്മബലം, സത്യവും അഹിംസയും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ ആത്മബലത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പാലിക്കുമെങ്കിൽ അത് ഇൻവിൻസിബിളാണ്. നമുക്ക് ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തതാണ് ഈ ആത്മബലം എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യരിലുമുണ്ട്, എല്ലാവരും ആത്മാവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആത്മബലമുണ്ട്. നമ്മളത് വളർത്തി വികസിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്തു വേണം? ഗാന്ധിജി അഹിംസയ്ക്ക് കൊടുത്ത നിർവചനം സ്നേഹമെന്നാണ്. അതുകൊണ്ട് അതിനെ ലവ് ഫോഴ്സ് എന്ന്, സ്നേഹത്തിൻ്റെ ബലം എന്ന് കൂടി ഗാന്ധിജി വിശേഷിപ്പിച്ചു. സ്നേഹത്തിൻ്റെ ബലം. നമ്മൾ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുമെങ്കിൽ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത്? നമ്മൾ പാട്ട് പാടിയിട്ടാണോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ എന്ന് പാടിയിട്ടാണോ നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത്? അങ്ങനെയല്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. അതാണ്. അങ്ങനെയാണ് നമ്മുടെ സ്നേഹം പ്രകടമാകേണ്ടത്. അത് സേവനത്തിൽ കൂടിയാണ് പ്രകടമാകേണ്ടത്, നിസ്വാർത്ഥമായ സ്നേഹത്തിൽ കൂടി. ഗാന്ധിജി ത്യാഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ത്യാഗം. അതുകൊണ്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിനകത്ത് ത്യാഗം അന്തർഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഈ പറയുന്ന ഒരു ദിവ്യത്വവും മനുഷ്യത്വവും ഉള്ളതുകൊണ്ട് എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് എന്നുള്ളതാണ്. വളരെ മൗലികമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. ഗാന്ധിജി ഒരു പടി കൂടി കടന്നു പറയും, എല്ലാ മനുഷ്യരും മൗലികമായി നന്മ നിറഞ്ഞ ഒരു അസ്തിത്വമാണ്, സ്വത്വമാണ്. ഒരു സ്വത്വമാണ് നന്മ നിറഞ്ഞ, എസെൻഷ്യലി ഗുഡ്. എസെൻഷ്യൽ എന്നുള്ള വാക്ക് ദർശനത്തിൽ, ഫിലോസഫിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ മനുഷ്യൻ്റെ ഈ നന്മയോട് നമ്മൾ ഉചിതമായ രീതിയിൽ അപ്പീൽ ചെയ്യുമെങ്കിൽ, അതിനെ സമീപിക്കുമെങ്കിൽ നമുക്കതിനെ തൊട്ടുണർത്താനും വളർത്താനും കരുത്തുള്ളതാക്കാനും സാധിക്കും. മനുഷ്യൻ്റെ നന്മ അത് മറ്റുള്ളവർ
ഇതിലെ നന്മ കൊണ്ട് നമ്മൾ നന്മയോടുകൂടി സമീപിച്ചാൽ, സ്നേഹപൂർവ്വം സമീപിച്ചാൽ, സൗമ്യമായി സമീപിച്ചാൽ, ത്യാഗപൂർണമായി സമീപിച്ചാൽ മനുഷ്യരിലെ നന്മയെ ഉണർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിയോഗികളെ നമ്മൾ എങ്ങനെ സമീപിക്കണം? പ്രതിയോഗിയെ ശത്രുവായിട്ട് കണ്ടല്ല സമീപിക്കേണ്ടത്, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യജീവിയായി കാണുകയും നന്മയുള്ള ഒരു വ്യക്തിയായി മനസ്സിലാക്കുകയും അയാളിലെ നന്മയെ തൊട്ടുണർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം അവരിലെ നന്മ തൊട്ടുണർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ആ പരിശ്രമത്തിൽ ആവശ്യമെങ്കിൽ ആവശ്യാനുസരണം ത്യാഗം സഹിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം ത്യാഗത്തിനാണ് മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മനസ്സിൽ ചലനമുണ്ടാക്കാനും മാറ്റമുണ്ടാക്കാനും സാധിക്കുന്നത്. ഇത് സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് വൈക്കത്ത് ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണർ, ഇപ്പോൾ ഇണ്ടംതുരുത്തി നമ്പ്യാതിരിക്ക് മാറ്റം ഉണ്ടായോ? ഞാൻ അതിലേക്ക് വരാം പിന്നീട്. അതുപോലെയുള്ള യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളെ അവർ ആചരിക്കുന്ന ഈ ഐത്തത്തിൻ്റെയും ദുരാചാരത്തിൻ്റെയും തീവ്രതയും മനുഷ്യരാഹിത്യവും അനീതിയും ബോധ്യപ്പെടുത്തുന്നതിന് അവരെ പിടിച്ചടിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം അതൊരു മനോഭാവമാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസം മാറ്റണം, ആ വിശ്വാസം തിരുത്തണം, മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. മനോഭാവം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, മനസ്സിലുള്ളൊരു ഭാവമാണത്. അത് മാറണമെങ്കിൽ എന്തു വേണം? മനസ്സിനെ സ്പർശിക്കുന്ന നമ്മുടെ പ്രയോഗങ്ങളും ഉണ്ടാകണം. ശരീരത്തിൽ ഇടിച്ചതുകൊണ്ടോ പരിക്കേൽപ്പിച്ചതുകൊണ്ടോ മനസ്സിൽ മാറ്റം ഉണ്ടാവുകയില്ല. മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കണം. കുട്ടികൾ പാടില്ലേ, മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആകട്ടെ, മനസ്സ് നന്നാകണമെങ്കിൽ മനസ്സിനോട് നമ്മൾ സംവദിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്, ത്യാഗത്തിൻ്റെ മാർഗമാണ്, സഹനത്തിൻ്റെ മാർഗമാണ്. നിങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ത്യാഗം അനുഭവിക്കുന്നു, കഷ്ടപ്പാട് അനുഭവിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യ ഹൃദയം ചഞ്ചലമാകും, നിർമ്മലമാകും, അല്ലെങ്കിൽ അലിവുള്ളതാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇതാണ് സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈക്കത്ത് ഈ യാഥാസ്ഥിതികരായിട്ടുള്ള വെറും കൊടും യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ സത്യാഗ്രഹികൾ പോയി വെള്ളത്തിൽ നിന്ന് ദുരിതം അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇതാണോ അവരോട് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. ഗാന്ധിജി ആളുകളൊക്കെ വളരെ കഷ്ടപ്പെടുത്തി. പ്രളയം വന്നപ്പോഴുള്ള കഥ നമുക്കറിയാമല്ലോ. ആ പ്രളയം വന്നപ്പോൾ ആളുകൾ വെള്ളത്തിൽ നിന്ന് 6 മണിക്കൂർ 8 മണിക്കൂർ എന്നുള്ളത് 6 മണിക്കൂറാക്കി കുറച്ചു. അരയ്ക്കും നെഞ്ചുവരെയൊക്കെയുള്ള വെള്ളത്തിൽ നിന്ന് സത്യാഗ്രഹം അനുഷ്ഠിച്ചു. കയ്യും കാലുമൊക്കെ മരവിച്ചു. എന്തിനാണ് ഈ മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു. ആ ചോദ്യം അപ്രസക്തമാണെന്ന് ഞാൻ പറയുകയല്ല, ആ വിമർശനത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇതാണ് ഒരു അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി എടുത്ത നിലപാടുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ഇനിയുണ്ട് കാര്യങ്ങളെങ്കിലും ഞാൻ പറയുന്നില്ല. ഒരു തിന്മ ചെയ്യുന്നയാളെയും തിന്മയെയും വ്യവച്ഛേദിച്ചറിയാനായിട്ട് സാധിക്കണം. ഈ പ്രതിയോഗിയെ, ഈ സത്യാഗ്രഹികൾക്ക് ശത്രുക്കളില്ല, പ്രതിയോഗികളാണുള്ളത്. ഈ പ്രതിയോഗിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിയോഗി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കണം എന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. എല്ലാം അംഗീകരിക്കണം എന്നല്ല, നിശ്ചയമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടി വരും. പക്ഷെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് അവരെ അക്രമപരമായി നേരിടുന്നതിന് പകരം അക്രമരഹിതമായി അവരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. നമുക്കറിയാം സത്യാഗ്രഹികൾ നേരിടുന്ന, ഇപ്പോൾ വൈക്കത്തും സത്യാഗ്രഹികൾ നേരിട്ട ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ഈ പ്രതിയോഗികളിൽ മനം മാറ്റം ഉണ്ടാകും എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു. നമ്മൾ വേണ്ട രീതിയിലാണ് സത്യാഗ്രഹം അല്ലെങ്കിൽ അഹിംസ, അക്രമരാഹിത്യം പ്രയോഗിക്കുന്നതെങ്കിൽ ഏത് ശിലാഹൃദയവും അലിയും എന്നാണ് ഗാന്ധിജി പറയുന്നത്. പക്ഷെ ഇവിടെ അലിഞ്ഞില്ലല്ലോ. ഇവിടുത്തെ പ്രത്യേകിച്ചും ഈ നമ്പ്യാതിരിമാർക്ക്, ഇണ്ടംതുരുത്തി നമ്പ്യാതിരിമാരുടെ ഹൃദയമൊന്നും അലിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം
ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിയുടെ ഈ സത്യാഗ്രഹ മാർഗത്തെ വിമർശിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ മേരി എലിസബത്ത് കിങ്ങിനെ പോലുള്ളവർ അവരുടെ പഠനത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സത്യാഗ്രഹത്തിൽ കാണുന്ന ഒരു പ്രശ്നം, അത് ഗൗരവപൂർവ്വം ഇതിനെ പരിഗണിക്കുന്ന ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു പ്രശ്നം, നമ്മൾ അക്രമരാഹിത്യം പ്രയോഗിക്കുന്നു, ഒരു പ്രത്യേക റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണത് പ്രയോഗിക്കുന്നത്. നമ്മുടെ കഴിവിനനുസരിച്ച് പരമാവധി നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നമ്മൾ പ്രയോഗിക്കുന്നു, പക്ഷെ ഫലം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ്, ഒരു പ്രതിസന്ധി ഉടലെടുക്കും. വൈക്കത്തും ഉണ്ടായത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. എന്തു ചെയ്യും എന്നുള്ള അതിനെ ഈ എന്തെന്നാ പറയുക, ഈ സത്യാഗ്രഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗാന്ധിജി ഇതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും. ഒന്ന്, അക്രമരാഹിത്യം എവിടെയെങ്കിലും ഫലപ്രദമല്ലാതെ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ എന്താണ് പറയുന്നത്, അക്രമരാഹിത്യത്തിന് ഈ അക്രമരാഹിത്യം ഒന്നും ഇവരുടെ അടുത്ത് പറ്റില്ല എന്ന് പറയും, അഹിംസയൊന്നും ഇവരുടെ അടുത്ത് ചിലവാകില്ല എന്ന് പറയും. എനിക്ക് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും, ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. ഗാന്ധിജി പറയുന്നത് അഹിംസയുടെ പരിമിതിയോ പരാജയമോ അല്ല, അത് നമ്മൾ പ്രയോഗിക്കുന്ന രീതിയുടെ, പ്രയോഗിക്കുന്ന ഏജൻറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ, സത്യാഗ്രഹികളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അവരുടെ പരിമിതിയാണ്, പ്രയോഗത്തിലാണ്, അല്ലാതെ അഹിംസയിലല്ല ഇതിൻ്റെ പരിമിതി അന്തർഭവിച്ചിട്ടുള്ളത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ കൂടുതൽ റിഫൈൻ ചെയ്യാനായിട്ട്, കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, നമ്മളിലുള്ള പരിമിതികൾ മറികടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ പറയും ഇത് വളരെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അമൂർത്തമായിട്ടുള്ള, വളരെ യൗകികമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണെന്ന് പറയും. വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്, ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അഭാവം ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ മറികടക്കുന്നത്? വൈക്കത്ത് നമ്മളത് കണ്ടതാണ്. വൈക്കത്ത് ഈ ആളുകൾ ഈ വെള്ളത്തിൽ നിന്ന്, പ്രളയം വന്നപ്പോൾ വെള്ളത്തിൽ നിന്ന് അരയ്ക്കും നെഞ്ചിനും വെള്ളത്തിൽ നിന്ന് സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടും ഈ നമ്പ്യാതിരിമാർക്ക് യാതൊരു കോസലും ഉണ്ടായില്ല. അവർ കൂടുതൽ കർക്കശക്കാരാവുകയാണ് ചെയ്തത്. അഹിംസയുടെ കുഴപ്പമാണത്. സത്യാഗ്രഹികളുടെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി. നമ്മുടെ ഇളയത് കൂത്താട്ടുകുളപ്പുറത്തുള്ള എന്താണ് തിരുമാറാടിക്കാരൻ ഇളയതിൻ്റെ കണ്ണ് പോയതാണ്, കാഴ്ച പോയതാണ്. പിന്നെ വളരെ കാലം ആയുർവേദ ചികിത്സ ചെയ്താണ് അദ്ദേഹത്തിന് കണ്ണ് തിരിച്ചു കിട്ടിയത്, രാമൻ ഇളയത്. അങ്ങനെ എത്രയോ പേരുണ്ട്. എന്നിട്ടും ഇവർ കൂടുതൽ എന്തെന്നാ പറയുക, ഒരു ഹാർഡൻ്റ് ആകുകയാണ് ചെയ്തത്, കഠോര ഹൃദയരാകുകയാണ് ചെയ്തത് എന്ന് പറയും. ഇപ്പോൾ എവിടെയാണ് പ്രശ്നം? ഗാന്ധിജി അത് കാണാതിരുന്നില്ല. ഇത്തരത്തിൽ അഹിംസ എത്ര നമ്മുടെ പ്രാപ്തിക്ക് അനുസരിച്ച് പ്രയോഗിച്ചാലും ചില കാര്യങ്ങളിൽ, ചില കേസുകളിൽ അത് വേണ്ടത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഫലം ചെയ്തു എന്ന് വരില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ അത് ചില വ്യക്തിത്വങ്ങളുടെ ഒരു സവിശേഷതയാണ്. അത് വേറൊരു വിഷയമാണ്. അതിന് മനഃശാസ്ത്രപരമായും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അങ്ങനെയുള്ള കാരണങ്ങളുകൊണ്ടാണ്. പക്ഷേ ഗാന്ധിജി അത് കാണാതിരിക്കുകയും ഈ സത്യാഗ്രഹികൾ ത്യാഗമനുഷ്ഠിച്ച് എല്ലാവരും ഇല്ലാതാകട്ടെ എന്ന് പറയുകയല്ല ചെയ്തത്. ഇങ്ങനെയുള്ള ആളുകളെ പുനഃപരിശോധനയ്ക്ക്, അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കുന്നതിന്, അവരെ നിർബന്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു ചില കർമ്മപരിപാടികളും സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നിർദ്ദേശിക്കുകയും വികസിപ്പിക്കുകയും അത് പ്രയോഗിച്ച് ഫലപ്രദമാണെന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഉദാഹരണത്തിന് നമ്മൾ ചില ആൾ ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരണത്തിൻ്റെ തത്വശാസ്ത്രം, ബഹിഷ്കരണത്തിൻ്റെ പ്രയോഗശാസ്ത്രം എന്ന് പറയും, ബോയ്ക്കോട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും, നിസ്സഹകരണം, ഇങ്ങനെ അനേകം രീതികളുണ്ട്. ഇപ്പം നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ 2021 നിസ്സഹകരണ പ്രസ്ഥാനമുണ്ട്. ഗാന്ധിജി പറയുന്നത് ഏത് വ്യവസ്ഥിതിയും ഏത് ഭരണകൂടവും നിലനിൽക്കുന്നത്, രാജഭരണം ഉൾപ്പെടെയുള്ള ഏത് ഭരണകൂടവും നിലനിൽക്കുന്നത് അത് ഈ പ്രജകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ സഹകരണം കൊണ്ടാണ്, സമ്മതി കൊണ്ടാണ്. ജനങ്ങൾ ബോധപൂർവം നിസ്സഹകരിക്കുമെങ്കിൽ, ഏത് ഭരണകൂടവുമായും നിസ്സഹകരിക്കുമെങ്കിൽ
ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ നിസ്സഹകരണം വഴി പല രീതിയിലുള്ള മാർഗങ്ങൾ വഴി, ഉപരോധങ്ങൾ വഴി, സ്ട്രൈക്കുകൾ, നമുക്കറിയാമല്ലോ ഈ ജോലി സ്ഥലങ്ങളിൽ സ്ട്രൈക്ക് ഏർപ്പെടുത്തും. അങ്ങനെ സ്ട്രൈക്ക് ഏർപ്പെടുത്തുക, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, നിസ്സഹകരണം, ഇങ്ങനെ പല മാർഗങ്ങളിൽ കൂടി നമ്മൾ ഇത്രയും വളരെ കർക്കശക്കാരായി നിൽക്കുന്ന ആളുകളുടെ മുകളിൽ ധാർമ്മികമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ്. അത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമാണ്. സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാം. അവസാനത്തെ തന്ത്രമാണ് ഉപവാസം, ഉപവസിക്കുക എന്ന് പറയുന്നത്. ഉപവാസത്തിൽ കൂടിയും ഈ പാശ്ചാത്യ നാട്ടിൽ നിന്ന് ഗാന്ധിയൻ അക്രമരാഹിത്യത്തെ പറ്റി പഠിക്കുന്ന ആളുകൾ ഇതിനെ അവരുപയോഗിക്കുന്നത് ബലപ്രയോഗം, എങ്ങനെയാണ് ധാർമ്മികമായ ബലപ്രയോഗം എന്നാണ്. അങ്ങനെ ഒരു ബലപ്രയോഗമുണ്ട്, ധാർമ്മികമായ ബലപ്രയോഗം, മോറൽ കൊവേർഷൻ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ധാർമ്മികമായ ബലപ്രയോഗം, അങ്ങനെയുള്ള ബലപ്രയോഗം വഴി, എന്നുവെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി കൊണ്ടാണ് നമ്മളതിന് ധാർമ്മികമെന്നുള്ള വിശേഷണം ചേർക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന് ചേർക്കുന്നത്. ഇത് നമ്മൾ വൈക്കത്ത് കണ്ടതാണ്. വൈക്കത്ത് ത്യാഗം മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, വ്യാപകമായിട്ടുള്ള മറ്റു രീതിയിലുള്ള പ്രതിരോധങ്ങളും ഉണ്ടായി. രാജാവുമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഡയലോഗ്, ഇങ്ങനെ ഇതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അവിടെ ഒരു ഗാന്ധിയൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഈ പ്രതിയോഗിയുടെ മനസാക്ഷിയോട്, അവനിലെ നന്മയോട് ഇങ്ങനെ കൂപ്പുകൈയുമായി യാചിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അപ്പീൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ ചെയ്തിട്ട് പ്രതികരിക്കാത്ത വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ കാർക്കശ്യത്തോടു കൂടി നിൽക്കുന്ന പ്രതിയോഗികളുണ്ടെങ്കിൽ അവരെ പുനർവിചിന്തനത്തിന് പേരിപ്പിക്കത്തക്ക രീതിയിലുള്ള സമ്മർദ്ദം, ധാർമ്മിക സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും സത്യാഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഗാന്ധിജി അത് ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധിജി ഒരു സോഫ്റ്റ് ലൈനാണ് ഈ യാഥാസ്ഥിതികരോടും അതുപോലെ ഭരണകൂടത്തോടും എടുത്തത്, ചക്രവർത്തിയോട്, രാജാവിനോടും എടുത്തത് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഗാന്ധിജി ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ ഈ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടിരുന്ന ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനുണ്ട്, ബ്രിട്ടീഷ് ഏജൻ്റുണ്ട്, അയാൾക്ക് കത്തെഴുതും. ഇണ്ടംതുരുത്തി നമ്പൂതിരിയുമായിട്ട് സംസാരിച്ചു, ഇതാണിപ്പോൾ പറയുന്നൊരു കാര്യം. ഇണ്ടംതുരുത്തി നമ്പ്യാതിരിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുക വഴി രണ്ട് കാര്യങ്ങളാണ് ഇതേപ്പറ്റി വിമർശിക്കുന്നവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഇത് അടിസ്ഥാനപരമായി ഒരു പൗരാവകാശ പ്രശ്നമാണ്. ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊരു സിവിക് റൈറ്റിൻ്റെ പ്രശ്നമാണ്, ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നത്തെ ഗാന്ധിജി ഒരു മത പ്രശ്നമാക്കി മാറ്റി. കാരണം ഇത് ഹിന്ദു മതത്തിനകത്തുള്ള ഒരു ദുരാചാരമാണ് അയിത്തം. ഇതൊരു അയിത്തത്തിൻ്റെ പ്രശ്നമായി ന്യൂനീകരിച്ച്, ഒരു മതപരമായ പ്രശ്നമായി ന്യൂനീകരിച്ച് ഇതിലെ ഒരു പൗരാവകാശ രാഷ്ട്രീയ തലം എന്ന് പറയുന്നത് പൂർണ്ണമായും അവഗണിച്ച് കളഞ്ഞു, വഴിതിരിച്ചു വിട്ടു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇത് അന്ന് മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ള, അന്ന് ഈ സമരം നടക്കുന്ന കാലത്ത് തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിമർശനമാണിത്. ഇത് ശരിയാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജി പറഞ്ഞത്, അയിത്തം ആരാണ് ആചരിക്കുന്നത്? ഹിന്ദുക്കളാണ് ആചരിക്കുന്നത്. പ്രത്യേകിച്ചും ഹിന്ദുക്കളിലെ സവർണ വിഭാഗങ്ങളിലെ ഉപരിതലത്തിലുള്ളവരാണ്. അതുകൊണ്ട് അയിത്തം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രാഥമികമായ ഭാരം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹിന്ദു സമാജത്തിൽപ്പെട്ട ആളുകൾക്കാണുള്ളത് എന്ന് ഗാന്ധിജി പറഞ്ഞു. കാരണം ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ഇത് ആചരിക്കുന്നില്ല, പിന്നെ അവരെന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? ദളിതരിത് അയിത്തം ആചരിക്കുന്നില്ല, അവരെന്തിനാണ് പിന്നെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്? അതുകൊണ്ട് ഇതിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ ഒരു പെനിറ്റൻസ് എന്നുള്ള നിലയിൽ, ഒരു പ്രായശ്ചിത്ത നടപടി എന്നുള്ള നിലയിൽ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആചരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എപ്പോഴും സത്യാഗ്രഹത്തിൻ്റെ ഒരു മാർഗം അതാണ്, എപ്പോഴും പ്രതിയോഗിയുമായി നമ്മൾ സംസാരിക്കുന്നതിന്, സമ്മതിക്കുന്നതിന് തയ്യാറായിരിക്കണം. ഗാന്ധിജി തയ്യാറായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ അവരെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിട്ടാണ് കാണുന്നത്. ഒരു തിന്മയുടെ അവതാരമായിട്ടോ മൂർത്തിമത് ഭാവമായിട്ടോ അല്ല പ്രതിയോഗിയെ കാണുന്നത്. ആത്മപരിശോധന നടത്താനും തിരുത്താനും ഒരുപക്ഷെ സന്നദ്ധനാകുന്ന ഒരു തുറന്ന മനസ്സുള്ള ആളായിട്ട് കൂടി നമ്മൾ മനുഷ്യരെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സത്യാഗ്രഹിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഗാന്ധിജി അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് അത് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇർവിൻ പ്രഭുവിന് എത്ര കത്തുകളാണ് എഴുതിയത്?
ഹിറ്റ്ലർക്ക് എഴുതിയപ്പോൾ അഭിസംബോധന മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് എഴുതിയത്. കത്ത് ഹിറ്റ്ലറുടെ കയ്യിൽ കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രതിയോഗിയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആദരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇണ്ടംതുരുത്തി നമ്പ്യാതിരിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ പോയത്. അതുകൊണ്ടാണ് ഇവരെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ പോകുക വഴി ഗാന്ധിജി 2 തെറ്റുകൾ ചെയ്തു എന്നാണ്. ഒന്ന്, യാഥാസ്ഥിതികത്വത്തിന് അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനം കൽപ്പിച്ചു. ഈ ബ്രാഹ്മണിസത്തിനും യാഥാസ്ഥിതികത്വത്തിനും അദ്ദേഹം ഒരു അംഗീകാരം നൽകി എന്നുള്ളതാണ്. അവരെ കാണുന്നതിന് മനയിൽ പോയത് വഴി അദ്ദേഹം അവർക്കൊരു അംഗീകാരം നൽകി എന്നുള്ളതാണ്. അങ്ങനെ അംഗീകാരം നൽകുന്നയാളല്ല ഗാന്ധി എന്നുള്ളത് ആ സംഭാഷണം വായിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഗാന്ധിജി അവരുമായിട്ട് സംസാരിക്കുന്നത്, ആ സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കാര്യം മനസ്സിലാകുമെന്നാണ് അതിന് മറുപടിയായിട്ട് പറയാനുള്ളത്. രണ്ടാമത് എന്തെന്നാണ്, ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈന്ദവ പക്ഷപാതം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പുറത്തു വരാത്ത ഒരു ജാതിബോധം, ഗാന്ധിജിയും ഒരു ജാതി വിശ്വാസിയായിരുന്നുവെന്നാണ് ഇതിൽ കൂടി തെളിയിക്കുന്നത് എന്ന ഒരു വിമർശനം കൂടിയുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്? നമ്മൾ ഗാന്ധിജിയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ, കുട്ടിക്കാലം മുതലുള്ള ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനീളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം എന്നും ഈ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ, ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹം ഈ ഐത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധകൃതനാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള വിവേചനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും അതിനെ ലംഘിക്കുകയും ചെയ്തിട്ടുള്ള ആളാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അധസ്ഥിതനായ കുട്ടിയുണ്ട്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, അമ്മ ചോദിക്കും, നീ അവനുമായിട്ട് അടുത്തിരുന്നോ? അപ്പോൾ ഒരിക്കലും ഞാൻ അടുത്തിരുന്നില്ല എന്ന് കള്ളം പറയാറില്ല, ഇരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ചെയ്താൽ എന്ത് വേണം? കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് ആഹാരം കഴിക്കാനൊക്കെ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു വിശപ്പിൻ്റെ തീവ്രത നമുക്കറിയാമല്ലോ. ഒരിക്കലും അത് മറച്ചു വച്ചിട്ടില്ല. സബർമതി ആശ്രമം സ്ഥാപിച്ചപ്പോൾ ഗാന്ധിജി നൂൽപ്പും നെയ്ത്തും അവിടെയാണ് വീണ്ടും ആരംഭിച്ചതെന്ന് നമുക്കറിയാം. നെയ്ത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹരിജൻ, ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കപ്പിൾസിനെയാണ് അവിടെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് അവരാണ് ഗാന്ധിജിയെ നെയ്ത്തുമൊക്കെ പഠിപ്പിക്കുന്നത്, ആശ്രമത്തിലെ ആളുകളെ. ഇവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആശ്രമത്തിന് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്ന, അതിന് ധനസഹായം നടത്തിക്കൊണ്ടിരുന്ന ഇതിന് പുറത്തുള്ള വ്യവസായികളുണ്ട്, സാരാഭായിയെ മുതൽ ഉള്ള ആളുകളുണ്ട്. അവരെല്ലാം ഗാന്ധിജിയെ വിളിച്ചു പറഞ്ഞു, അവിടെ വന്നു പറഞ്ഞു, ഇവരെ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ധനസഹായം നൽകുന്നത് നിർത്തും എന്ന് പറഞ്ഞു. ആശ്രമത്തിനകത്ത് തന്നെ ഒരു വിപ്ലവം ഉണ്ടായി. അതിൻ്റെ പേരിൽ ഒരു റിബല്യൻ ഉണ്ടായി അതിനകത്ത്. എന്താണ്? അനേകം ആശ്രമവാസികൾ ആശ്രമം വിട്ടുപോകും എന്ന് ഗാന്ധിജി അറിയിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ മറുപടി, ഈ ആശ്രമം അടച്ചു പൂട്ടേണ്ടി വന്നാലും ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ആശ്രമം നിലനിർത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കഥകൾ എത്രയോ അസംഖ്യം കഥകൾ പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ഉടനീളം ഈ ഐത്തത്തിനെതിരെ, സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലപാടുകൾ എടുത്തിട്ടുള്ള, കുട്ടിക്കാലം മുതൽ അവസാനം വരെ നിലപാടുകൾ എടുത്തിട്ടുള്ളയാളാണ് ഗാന്ധിജി എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഏറ്റവും അവസാന കാലത്ത് അദ്ദേഹം ഡൽഹിയിലെ ഈ വർഗീയ കലാപം, ഈ വലിയ അഭയാർത്ഥി പ്രവാഹമുണ്ടായി, ഡൽഹി മുഴുവൻ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ട് കവിഞ്ഞ സന്ദർഭത്തിൽ ഗാന്ധിജി എവിടെയാണ് താമസിച്ചിരുന്നത്? ഹരിജൻ കോളനിയിലാണ് താമസിച്ചത്. അവിടെ പോയി താമസിക്കുകയാണ് അദ്ദേഹം. ആ അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക്, ഡൽഹിയിലെ ഹരിജൻ കോളനിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അന്നത്തെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇവരുമായിട്ടൊരു താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ ഇണ്ടംതുരുത്തി നമ്പൂതിരിയുടെ അടുത്ത് പോവുകയും നമ്പ്യാതിരിയുടെ അടുത്ത് പോവുകയും അദ്ദേഹവുമായി സൗഹൃദത്തിൽ അല്ലെങ്കിൽ സൗമ്യമായി സംസാരിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ജാത്യാഭിമാനത്തിൻ്റെ, ഒരു ജാതിബോധത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ ഈ സത്യാഗ്രഹത്തിനെതിരായി ഉയർന്നിട്ടുള്ള പല വിമർശനങ്ങളുമുണ്ട്. പക്ഷേ ഇതൊരു
ഇതിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയണം. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗക്കാരെയും ഒരുമിപ്പിക്കുന്നതിന്, അങ്ങനെ ഒരു ദേശീയതയിലേക്ക് ഒരു സാമൂഹ്യ പ്രശ്നത്തെയും സാധാരണക്കാരെയും കൊണ്ടുവരുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്ന് പറയുന്നത്. അന്ന് വരെ ഈ ഒരു നാഷണൽ സീൻ എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം, അതിൻ്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ മടിച്ചു നിന്ന ജനവിഭാഗങ്ങളെ ആ മുഖ്യധാരയുമായി കണ്ണിചേർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ തന്നെ നാനാഭാഗത്തു നിന്നും ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് വേറെ ഒരു പ്രാദേശിക സമരത്തിനും അങ്ങനെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചമ്പാരനിൽ നടന്ന സമരം, അങ്ങനെ എത്രയോ പ്രാദേശിക സമരങ്ങളുണ്ട്. ആ ഒരു പ്രാദേശിക സമരത്തിലേക്കും ഇപ്പോൾ 1942 അഖിലേന്ത്യാ തലത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെപ്പറ്റി നടന്നിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഗൗരവതരമായ പരിശോധന നടന്നിട്ടുള്ളൊരു സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത്ര കണ്ട അന്തർദേശീയ ശ്രദ്ധ. ഇപ്പം അമേരിക്കയിലെ കറുത്ത വംശജർ, ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നവർ, അവർ പോലും ഈ വൈക്കം സത്യാഗ്രഹം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അത്രയധികം ലോക ശ്രദ്ധ ആകർഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മളത് കാണാതിരിക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു ഐത്തം എന്ന് പറയുന്നത് ഒരു സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഒരു ദേശീയ പ്രസ്ഥാനവുമായി, ദേശത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടക്കുന്ന ഒരു പ്രസ്ഥാനവുമായി ഈ സമരത്തിൽ കൂടി കണ്ണു ചേർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നടത്തിയതിൽ ചെറിയ പ്രാദേശികമായ തലത്തിൽ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രസക്തിയും അതിൻ്റെ ഒരു സന്ദേശവും എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തുന്നതിന് ഈ വർഷം 24 ഇതിൻ്റെ ജൂബിലി വർഷമായിട്ട് വരുന്നത്. ആ 24-25 വർഷം സർവോദയ മണ്ഡലവും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും ശ്രദ്ധ കാണിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.